ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല വെയിലുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് കിച്ചു നേരത്തെ എണീറ്റാണ് രാവിലെ എണീക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഞാൻ രാവിലെ പല്ലൊക്കെ തേക്കാമെന്ന് കരുതി. ഇത് തെറ്റിയുടെ പഴമാണല്ലോ, ഇത് കഴിക്കില്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചു. പല്ലൊക്കെ തേച്ച് അകത്ത് വന്നപ്പോഴത്തേക്ക് ചേച്ചിയുടെ മോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ആൾ മൈൻഡ് ചെയ്താൽ കിച്ചുകുട്ടിൻ്റെ അടുത്തോട്ട് ഓടും. കിച്ചു തറയിൽ കിടന്ന് കളിക്കുന്നതുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് ഓടുക. അതിൻ്റെ ഓരോ അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ എന്തൊക്കെ ആക്റ്റൊക്കെ ചെയ്യുവാണിരുന്നു. പിന്നെ എന്നെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക, എൻ്റെ അടുത്തോട്ട് വരാനുള്ള ശ്രമമായി. അങ്ങനെ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് പിന്നെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ പിന്നെ തറയിലിരിക്കത്തില്ല. കണ്ടു കഴിഞ്ഞാൽ പിന്നെ എടുക്കണം. പിന്നെ തോളിക്കുന്ന എൻ്റെ മുടീനെയൊക്കെ പിടിച്ച് വലിച്ചെടുത്ത് പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ കൊണ്ടുവച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. ബാൽക്കണിയിലൊക്കെ കൊണ്ടുവച്ചുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവനെ. അവൻ അതിലൊക്കെ നോക്കി ഇങ്ങനെ കളിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഇവനൊപ്പമുള്ള ദിവസമാണ് കേട്ടോ. രാവിലെ എന്നെ എന്താ പറയുക, ഒരു പ്രത്യേക വെയിലൊക്കെ ആയതുകൊണ്ട് വല്ലാത്ത കാലാവസ്ഥ. പിന്നെ കുഞ്ഞിന് വയ്യ, അവനും ജലദോഷം, എനിക്ക് വയ്യ. അപ്പം അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ. പിന്നെ അത് നൈറ്റും അവനെയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോയി. അപ്പോൾ ഞാൻ കരുതി അടുക്കളയിലോട്ട് അകത്തോട്ട് പോയി നോക്കുക, എന്താ കഴിക്കാനുള്ളത് നോക്കാമെന്ന് കരുതി പോയത്. എൻ്റെ വീട്ടിലായതുകൊണ്ട് എനിക്ക് ഫുഡും കാര്യങ്ങളും നോക്കുക എല്ലാം അമ്മയാണ് വയ്ക്കുന്നത്. അപ്പം ദോശയും സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ. അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അടുക്കള ഭാഗത്തോട്ടൊക്കെ ഇറങ്ങിയത്, അടുക്കളയുടെ പുറകുവശത്തോട്ട് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ കയ്യിലിരുന്നുകൊണ്ട് എന്നെ ഇങ്ങനെ വറക്കി ഉപദ്രവിക്കുക. കയ്യിരുന്നുകൊണ്ട് വായ്ക്കകത്ത് കൈയിട്ട് നോക്കുന്നു, നുള്ളി എടുക്കുന്നു. അങ്ങനെ ഒരു ബഹളമാക്കി പിന്നെ ഈച്ചോട്ട് നല്ല രീതി. അപ്പം ഞാൻ ഇങ്ങനെ കടിക്കുന്നതായിട്ട് ഇങ്ങനെ അഭിനയിക്കും അവനെ. അങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ഉമ്മയൊക്കെ തരും. എന്നെ ഉപദ്രവിച്ചിട്ട് ഉമ്മ തരും. ഇപ്പോഴും ഉള്ളതാണ്, ഉപദ്രവിച്ചിട്ട് ഉമ്മ തരും. ജോലി പിന്നെന്താ പറയുക, വീട്ടിലായതുകൊണ്ട് വേറെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവൻ്റെ പുറകെ ഇങ്ങനെ നടന്നാൽ മാത്രം മതി. അപ്പം അമ്മ തന്നെ എല്ലാം ചെയ്തോളുമല്ലോ. പിന്നെ ഇങ്ങനെ അടിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ തലയിരിക്കുന്ന സ്ലൈഡ് എടുക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തെളിഞ്ഞ ആകാശം, നല്ല ഭംഗിക്ക് കിടപ്പുണ്ട്, തെളിഞ്ഞ ആകാശവും വെയിലും. അപ്പം ഞാൻ ഇത് കുറച്ച് നേരം കൊണ്ട് തറയിലിരുത്തി നോക്കാം, കളിക്കുമെന്ന് കരുതി അകത്തോട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ പണി പാളി. പുള്ളിക്കാരൻ തറയിലിരുത്തിയതും കരയാൻ തുടങ്ങി. കരച്ചിൽ, ഭയങ്കര കരച്ചിൽ. അവനെ ഞാൻ എടുക്കണം. അവനെ എടുത്തിങ്ങനെ പുറത്തോട്ട് കൊണ്ട് നടക്കണം. തറയിൽ നിന്ന് കളിച്ചാൽ കളിക്കും. പിന്നെ ഇപ്പോൾ വയ്യാത്തോണ്ടൊക്കെയാണെന്ന് തോന്നുന്നു, ഭയങ്കര നിർബന്ധവും കാര്യങ്ങളും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ കരുതി ഇനി പുറത്തോട്ട് എടുത്ത് തോളിൽ വെച്ചിട്ട് പുറത്തോട്ട് കൊണ്ടുപോയി കുറച്ച് നേരം കൂടെ ഒന്ന് ഇരുത്താമെന്ന് കരുതി സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പക്ഷേ ഇരുത്തിയത് വീണ്ടും മൂക്കിട്ട് തിരുമുക്കും. ജലദോഷത്തിൻ്റെ കാരണം കൊണ്ട് ഭയങ്കര അസ്വസ്ഥതയും കരച്ചിലുമാണ് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനത്തെ അടുത്ത് കരയുന്നതായി നിൽക്കുന്ന പേരയ്ക്ക പറിക്കാനാണ്. പേരയ്ക്കയിൽ നിറയെ കായുണ്ട്. അപ്പോൾ അത് വളർന്ന് വരുന്നതിന് മുന്നേ തന്നെ ഇവയെല്ലാം പറിച്ച് ഇങ്ങനെ കളയുക. ഇവിടെ വീട്ടിൽ വന്ന അന്ന് മുതൽ ഇതാണ് പണി. അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കണം. അപ്പോൾ അത് പറിക്കാനുള്ള ശ്രമമാണ്. അതിന് വേണ്ടിയുള്ള കരച്ചിലാണ് രണ്ടാമത് കാണിച്ചത്. അങ്ങനെ ഞാൻ പുറത്തോട്ട് കൊണ്ടുപോയിട്ട് പേരയ്ക്ക ഇങ്ങനെ പറിക്കുക. ജാമ്പയ്ക്ക എന്ന വായിൽ വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എന്താ പറയുക, പേരയ്ക്ക് പറിക്കുന്നതായിട്ട് ആക്ട് ചെയ്തിട്ട് ലാസ്റ്റ് കേൾക്കുന്നില്ല. പിന്നെ ഞാൻ എന്താ പറയുക, ഒരെണ്ണം പറിച്ച് കയ്യിലങ്ങ് കൊടുക്കാമെന്ന് കരുതി. കാരണം പറിച്ച് കുറച്ച് തീർന്നു അതിനകത്ത്. നല്ല വലിയ പേരയ്ക്കാവുന്നു. അങ്ങനെ ഞാൻ ഒരെണ്ണം പറിച്ച് കയ്യിൽ കൊടുത്ത് അതിങ്ങനെ വായിൽ, പക്ഷേ പിഞ്ചല്ലേ, ചെറുതായതുകൊണ്ട് കടിയൊന്നും പറ്റത്തില്ല, വായിക്കകത്ത് പോത്തുമില്ല. അപ്പം ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ കരുതി അവന് മരുന്ന് കൊടുക്കാം. അങ്ങനെ രാവിലെ മരുന്ന് കൊടുക്കാനുള്ള പുറപ്പാടില്ലായിരുന്നു. പിന്നെ ഈ മരുന്ന് പക്ഷെ അവൻ കുടിക്കും കേട്ടോ. വേറെ മരുന്ന് ആൻറ്റിബയോട്ടിക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കത്തില്ല. പക്ഷേ ഇത് പിന്നെ എന്താ എനിക്ക് തോന്നുന്നു കുറച്ച് മധുരം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, അത് കുടിക്കും, വലിയ കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ഒക്കെയാണ് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബഹളവും കരച്ചിലും തട്ടിമാറ്റും തുപ്പലൊക്കെ ആയിരിക്കും. പക്ഷേ ഇതവൻ ഞാൻ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്കും കുടിച്ചോളൂ. വീണ്ടും ചോദിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, ഒരു അളവുണ്ടല്ലോ, അവർ പലതും കാണിക്കുമല്ലോ. അങ്ങനെ അവന് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു ദോശയും അവർക്ക് വേണ്ടിയുള്ള അമ്മ സെപ്പറേറ്റ് അവർക്ക് വേണ്ടി കറി വയ്ക്കും, സാമ്പാർ. അങ്ങനെ എരിയൊന്നും അധികം ഇടാതെ അവർക്ക് വേണ്ടി മാത്രം കുട്ടികൾക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കും. അപ്പോൾ അവന് ദോശയും സാമ്പാറും കൊടുത്തു അമ്മ. അത് ഫുഡ് കഴിക്കുന്നതിൻ്റെ ആക്ഷനാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ക്യാമറ കണ്ടോറിനെ പിടിക്കും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെ നൊസ്റ്റാൾജിയല്ലേ, പുളിമുട്ടായി. അപ്പം ഇതിവിടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഞാൻ പല്ല് തേച്ചിട്ടൊക്കെ വന്നിട്ടുള്ള ഞാൻ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതി. അവൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുമല്ലോ. അപ്പം ഞാൻ ഫുഡ് കഴിക്കാം. പിന്നീട് അമ്മ പിന്നെ സമയം കിട്ടത്തില്ലല്ലോ, അവൻ്റെ പുറകെ പിന്നെ നടക്കണം. അപ്പം ഞാൻ ഫുഡ് കഴിച്ചു. ഒരു സൈഡിൽ മഴയും ഒരു സൈഡിൽ വെയിലുമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.